നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാതിയോ മതമോ രാഷ്ട്രീയമോ അതിന്റെ ചായ്വോ ഒന്നും നോക്കാതെ അതൊന്നും തന്നെ കണക്കിലെടുക്കില്ല എന്ന ദൃഢനിശ്ചയം ചെയ്ത വോട്ടർമാരാണ് തൃശൂരിൽ BJPക്ക് വിജയമായി മാറിയത്. ആ വിജയം സമ്മാനിച്ചതും അവർ തന്നെ എന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുകയാണ്. ഈ വിജയം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിപ്പിക്കാൻ പാർട്ടിക്ക് സാധിക്കണം. തൃശൂരിലെ വോട്ടർമാർക്കിടയിൽ മനംമാറ്റം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഊർജ്ജം പകരുന്നതാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാനായി ശനിയാഴ്ച കൊച്ചിയിൽ ചേർന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് നന്ദി അറിയിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപതെരഞ്ഞെടുപ്പുകളും യോഗത്തിൽ ചർച്ചയായി. തൃശൂരിലെ വോട്ടർമാരുടെ മനസ്സിലുണ്ടായ മാറ്റത്തെ ഞാൻ ആരാധിക്കുന്നു. ആ മനംമാറ്റം കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ വലിയ ഊർജ്ജം പകർന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും കയ്യിലൊതുങ്ങാതെ പക്ഷപാതമില്ലാതെ ജനങ്ങൾ വിധിയെഴുതിയതാണ് ഇത്തരം ഒരു വിജയം BJPക്ക് സമ്മാനിച്ചത്. ഇത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നാണ് ആത്മവിശ്വാസം പകരുന്നത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. BJP സംസ്ഥാന നേതൃയോഗം കൊച്ചിയിലാണ് തുടരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം, വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഖ്യ അജണ്ട, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വാർഡ് പുനർക്രമീകരണത്തിനെതിരെ BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ നേതൃയോഗത്തിൽ രംഗത്തെത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് LDF ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിന് കൂട്ടുനിൽക്കുന്നുവെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ NDA സ്ഥാനാർത്ഥി ആരാണ് അല്ലെങ്കിൽ അത് ആരാകണം എന്നതിലാണ് സംസ്ഥാന നേതൃയോഗങ്ങൾ പങ്കിടുന്ന യോഗത്തിൽ ചൂടേറിയ ചർച്ച നടക്കുന്നത്. കരുവന്നൂർ വിഷയത്തിൽ BJP നടത്തിയ സമരം വിജയം കണ്ടു തുടങ്ങിയെന്ന് അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. സഹകരണ കൊള്ളയാണ് CPM നടത്തുന്നത്. CPMന്റെ പല ജില്ലാ സെക്രട്ടറിമാർക്കെതിരെയും നടപടിയുണ്ടാകും. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അഴിമതികൾക്ക് ഉത്തരം നൽകണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു.